അച്ഛാ, ആ കോൺട്രാക്ടർ സാബുവിൻ്റെ നമ്പറുണ്ടോ? ആ കാണും, ആ ഡയറിയിലെ മറ്റോ എഴുതിയിട്ടുണ്ട് ഞാൻ. എന്തിനാണ്? അല്ല, നമ്മളെ പുറകിലത്തെ ആ ചായ പിടിച്ചിട്ടേ ഒരു റൂം ഇറക്കാൻ വേണ്ടിയിട്ടാ. അത് നീ എന്തിനാ ധൃതി പിടിച്ചപ്പോൾ അതൊക്കെ ചെയ്യാൻ പോന്നെ? അല്ലല്ല, ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീധനം കൊടുത്ത് തീർത്തൂടെ? സ്ത്രീധനം? അച്ഛാ, സ്ത്രീധനത്തിന്റെ പേരിൽ ഞാൻ ഇനി ഒരു ചില്ലി കാശ് കൊടുക്കില്ല. അത് മാത്രമല്ല, ഇനി അവൾ അങ്ങോട്ട് പോകണില്ല. അവള് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പോവാ. ആരോട് ചോദിച്ചിട്ട്? അച്ഛാ, അവളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാനേ അവൾ ഇനി ആരെടുത്താ ചോദിക്കേണ്ടേ? എടാ കുഞ്ഞെ, നാട്ടുകാരെന്ത് പറയടാ? ഇത്രയും നാൾ അമ്മ നാട്ടുകാരുടെ ചെലവിലാണോ കഴിഞ്ഞത്? നിങ്ങളുടെ രണ്ടുപേരെ വാക്കും കേട്ടിട്ടാ ആ തെണ്ടിക്ക് ഞാൻ എൻ്റെ അനിയത്തെ അടിക്കാനും ഇടിക്കാനും ഒക്കെ വിട്ടുകൊടുത്തത്. ഇനി എനിക്കതിന് കൂട്ടുവയ്ക്കാൻ പറ്റൂല. കുടുംബത്തിന്റെ മാനം, കുടുംബത്തിന്റെ പേര് അറിഞ്ഞുകൊണ്ട് സ്വന്തം മോളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് ആരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാനാ? അവള് ചത്താലും നിങ്ങൾക്ക് വരുന്ന അഭിമാനം. ഇനി എനിക്കതിന് പറ്റൂല. എന്റെ അനിയത്തിയെ ഇങ്ങനെ നിരയിക്കാൻ വിടാൻ എനിക്ക് പറ്റൂല. എടാ, സുജിക്കാണെങ്കിൽ പ്രിയ ഇവിടെ വന്ന് നിൽക്കുന്നത് തീരെ ഇഷ്ടമല്ല. എന്റെ കുഞ്ഞ് ഇവിടെ കിടന്ന് ആത്തുമ്പോൾ സഹിക്കുന്ന കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിന് ഭേദവാ അവന്റെ വീട്ടിൽ പോയി അവന്റെ അടി കൊള്ളുന്നത്. അതപ്പോ ഒന്ന് കാണണ്ടല്ലോ. ഇവിടെ ആരും നരയിക്കാൻ പോണില്ല. അവൾ എൻ്റെ ഒറ്റ ഒരു പെങ്ങളാണ്. പിന്നെ സുജയുടെ കാര്യം, അവളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവളും പെണ്ണല്ലേ, കാര്യങ്ങൾ മനസ്സിലാവും. മോനെ, എനിക്ക് ഒരേ ഒരു മോളല്ലേടാ അവൾ. പക്ഷെ നീ ചിന്തിച്ച പോലൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. എൻ്റെ മോടെ സന്തോഷത്തെക്കാൾ എപ്പോഴും ഞാൻ എൻ്റെ അഭിമാനത്തിലാണ് വില കൊടുത്തത്. അച്ഛാ, അച്ഛൻ ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ ഭൂമിയിൽ അവൾക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ല. അവക്കൊരു കൈത്താങ്ങായി നിന്ന് സംരക്ഷിക്കേണ്ടത് നമ്മളല്ലേ? നീ പറഞ്ഞത് സത്യമാ. ഞാൻ എൻ്റെ കമ്പനിയിൽ അവൾക്കൊരു ജോലി നോക്കിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് സാലറി കുറവായിരിക്കും. പക്ഷെ അവൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊക്കെ ഇല്ലേ അച്ഛാ അവൾക്ക്? എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പോയി സാബുവിനെ നേരിട്ട് കണ്ട് വിവരം പറയാം. അപ്പൊ പണിയും പെട്ടെന്ന് തീർക്കുമല്ലോ. ശരി അച്ഛാ.